Good morning. എന്തായി ഡാൻസിന്റെ പരിപാടി? സെറ്റായി എല്ലാവരും? ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ. സെറ്റാക്കണം. ഓക്കെ. പാട്ടൊക്കെ സെലക്ട് ചെയ്തോ? ഒന്നും ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ആ ചെയ്യണം. ഓക്കെ, ഇപ്പൊ തുടങ്ങി ചെയ്താലേ ഇനി ആ ടൈം ആകുമ്പോ ഓക്കെ ആവുള്ളൂ കേട്ടോ. തുടങ്ങി സെറ്റ് ചെയ്തോ എല്ലാ കാര്യങ്ങളും. ഓക്കെ ആകുന്നു. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ കുഴപ്പമുണ്ടായില്ല. ഇനി നിങ്ങൾക്ക് ക്ലാസ് എനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. ചുമ വരവില്ല. ചൂടുവെള്ളം കൊണ്ട് ഞാൻ ഗ്ലാസ്സിലൊക്കെ ചൂടുവെള്ളം എടുത്ത് വെച്ചേക്കണം. അറിയില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ ആവും. എല്ലാവർക്കും ഉണ്ടല്ലോ ചുമയും കാര്യങ്ങളും. ഞങ്ങളുടെ ഓൾറെഡി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, കളിക്കും. എല്ലാ കോമ്പറ്റീഷനും ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും. ആ വീഡിയോ ഞങ്ങൾക്കധികം പ്രാക്ടീസ് ചെയ്ത് ടൈം ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പൊ പാകപ്പിഴകൾ ഞാൻ പറയാറില്ല. അവരോടൊക്കെ തെറ്റിച്ച് ഇങ്ങനെ തെറ്റാറൊക്കെ ഉണ്ട്. ഓക്കെ, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ 12 1 മണി വരെ. അത് കഴിഞ്ഞിപ്പോ കണ്ടിട്ടുണ്ടല്ലേ. ചിലപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ ഒഴിവുണ്ടെങ്കിൽ ടീച്ചർമാരെ ക്ലാസ്സിലായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്നിച്ച് കിട്ടില്ല. അതുകൊണ്ട് പ്രാക്ടീസ് നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ശനിയാഴ്ചയുണ്ട് കോൺവെക്കേഷൻ. അപ്പൊ അതിനിപ്പോ അവിടെ പ്രാക്ടീസ് നടക്കണേ. ഓരോ ടീച്ചേഴ്സും പൊളി വൈബാണ്. ഓക്കെ, ജീന വരുമോ കോൺവെക്കേഷന്? വരാൻ പറ്റുമെങ്കിൽ ഞാൻ അറിയാം, സാഹചര്യങ്ങൾ അറിയാൻ വന്നാലും വരാൻ പറ്റുമെങ്കിൽ വരാൻ നോക്കട്ടോ. അതെ, ചായ്. ഓക്കെ, ഇനി ചോദിക്കുന്നില്ല. എല്ലാം ഓക്കെ ആവണോ ടൈമില്? നമ്മുടെ ടൈം വരുമ്പോ നമ്മുടെ തലവര ഓക്കെ ആവുമ്പോ എല്ലാം കറക്റ്റ് ആവും അല്ലെ? ചിലർക്ക് ഒരേ തലവരകളൊക്കെ ഉണ്ടല്ലേ. ശരിയാവും. അതെ, നമ്മുടെ പ്ലാറ്റ്ഫോം കുരിയാപ്പള്ളി. നിനക്കറിയോ മണപ്ലാത്തിരുത്ത്? ആരെങ്കിലും ഉണ്ടോ കസിൻസ്? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആ, അറിയോ?
ആ ഓക്കെ, ഞാൻ ചോദിക്കാം ചോദിക്കാം. ഓക്കെ, നിങ്ങള് ബന്ധുക്കളാണ്, കസിൻസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഓക്കെ ഓക്കെ. അപ്പോ പർച്ചേസിങ് പ്രൊസീജിയർ ആണ് ഇനി നമുക്ക് എടുക്കേണ്ടത് അല്ലെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്തൊക്കെയായിരുന്നു? പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആയിരുന്നു. 3 ഫേസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രീ നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്, മീറ്റിംഗ് ഫേസ് ഉണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്. ഇത്രയും വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നോക്കാം പർച്ചേസിങ് പ്രൊസീജിയേഴ്സ് എന്താണ് നോക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം ഓരോന്നും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പർച്ചേസ് റിക്വസിഷൻ. എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് റിക്വസിഷൻ? എന്താ റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്ന് പറഞ്ഞാല് അഭ്യർത്ഥന കേട്ടോ. ആവശ്യപ്പെടൽ അല്ലെങ്കിൽ അഭ്യർത്ഥന. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം റിക്വസിഷൻ നടത്തും അല്ലെ, അഭ്യർത്ഥന നടത്തും. നോക്കി, റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്, യൂസ് ഡിപ്പാർട്ട്മെന്റ് to the purchasing department. It consists of a quantity of materials, specification of material, date in which the item should be received. ഉത്സവത്തിന് കണ്ടിരുന്നോ? അതെന്നെ വിളിച്ചില്ലല്ലോ. ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ, എന്നെ കണ്ടിരുന്നോ? എന്നിട്ട് ഞാൻ അറിയില്ല ആരെ, കാരണം ഇപ്പൊ പേജിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അറിയില്ല ആരൊക്കെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് അഭ്യർത്ഥന നടത്തുന്നത് അല്ലെ. ഓക്കെ, അഭ്യർത്ഥന നടത്തുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ വേണം എന്നുള്ളത് ആരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് നമ്മൾ പറയും ഇല്ലേ. അവരുമായിട്ട് ഒരു അഭ്യർത്ഥന നടത്തും അല്ലെ. ഞങ്ങൾക്ക് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് എന്ത് വേണം, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വേണം, ഇത്ര ക്വാണ്ടിറ്റിയില്. അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയല്. എന്താണ് സ്പെസിഫിക്കേഷൻ? ഒരു പർട്ടിക്കുലർ മെറ്റീരിയല് വേണം എന്നുള്ളത് അതിന് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇത്ര ക്വാണ്ടിറ്റിയിൽ എന്ന് കൊടുത്തിട്ട് അവര് അഭ്യർത്ഥന നടത്തും. ഓക്കെ, അതാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആവശ്യമുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് എന്ത് ചെയ്യുന്നുണ്ട്? അഭ്യർത്ഥന നടത്തുന്നു. ഇനി ആ അഭ്യർത്ഥനയിൽ എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അഭ്യർത്ഥന നടത്തുന്നത്? ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ, ഡേറ്റ്. ഇനി നെക്സ്റ്റ് ആണ് പർച്ചേസ് എൻക്വയറി. അപ്പോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവരുടെ റിക്വസിഷൻ അവർ റിസീവ് ചെയ്തു. അപ്പൊ ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് മെറ്റീരിയൽസ് വേണം എന്നുള്ളത് മനസ്സിലാക്കി അല്ലെ. ഇനി എൻക്വയറി, അന്വേഷണം നടത്തും. ആരുമായിട്ടാണ്? ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അഭ്യർത്ഥന നടത്തും അല്ലെ. അന്വേഷണം നടത്തണം. ഞങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ തരുമോ, ഇത്ര സ്പെസിഫിക്കേഷനില് പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ് ആവശ്യമായിട്ട് വരുന്നത്, ഇത്ര ക്വാണ്ടിറ്റിയില്, ഇത്ര പ്രൈസില്, ഇത്ര ടൈമില് തരുമോ എന്നുള്ളതൊക്കെ നമ്മള് എൻക്വയറി നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത് പർച്ചേസ് എൻക്വയറി. ഇനി എന്താ? കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി എക്സെട്ര. നമ്മൾ പറഞ്ഞു കൊട്ടേഷൻസ്, ടെൻഡർ ക്ഷണിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മള് എന്തിൽ കാണും? നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ട് അല്ലെ, ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് അല്ലെ.
അപ്പോൾ പല പല കൊട്ടേഷൻസ് നമ്മൾ കാണും. അതിനകത്ത് കൊട്ടേഷൻസ് നോക്കിയിട്ട് നമുക്ക് യോജിച്ച സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഇത്ര മെറ്റീരിയൽസ് തരുമോ, ഇന്ന പ്രൈസിൽ തരുമോ, ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് തരാനായിട്ട് തയ്യാറാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത്. അതാണ് തേർഡ് വൺ. ഓക്കെ, ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിഫറെന്റ് കൊട്ടേഷൻസ് നമ്മൾ കണ്ടു, അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കും അല്ലെ. അപ്പോ ഇന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കൊട്ടേഷൻസ് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനി യോജിച്ച സപ്ലയറെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പല പല കൊട്ടേഷൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന സപ്ലയറെ നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തെടുക്കും. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ഓർഡർ കൊടുക്കും. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് കൊട്ടേഷൻസ് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അതിനകത്ത് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു സപ്ലയറെ സെലക്ട് ചെയ്യുന്നു. ആ സപ്ലയറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ? ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ്. അല്ലെ, ആരൊക്കെ തമ്മിലുള്ള ഒരു രേഖയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു രേഖ, നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. പർച്ചേസ് ഓർഡർ is a document created by buyer. അല്ലെ, പർച്ചേസ് ഓർഡർ ഒരു ഡോക്യുമെന്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഓർഡർ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ബയ്യർ ആണ് ഇത് ചെയ്യുന്നത്, ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു ഡോക്യുമെന്റ് ആണ്, അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയ്യർ ആണ്, വാങ്ങിക്കുന്ന ആളാണ് അല്ലെ. നമുക്ക് എന്തൊക്കെ വേണമെന്ന് സെല്ലർക്ക് അറിയില്ലല്ലോ. നമുക്ക് ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമുക്ക് അതനുസരിച്ചിട്ട് തരുള്ളൂ അല്ലെ. ഓർഡർ നോക്കിയിട്ടാണ് തരുന്നത്. അപ്പൊ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്, ക്രിയേറ്റ് ചെയ്തത് ബയ്യർ ആണ്. അണ്ടർലൈൻ ചെയ്യാം. And serves a purpose of ordering goods from the supplier. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് സപ്ലൈയുടെ കയ്യിൽ നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നു. എവറി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ ഇനി എന്തൊക്കെയാണ് ആ പർച്ചേസ് ഓർഡറിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, നെയിം, അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിന്റെ അഡ്രസ് ഉണ്ടാവും. അതുപോലെ തന്നെ സപ്ലൈസ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ടൈം, ഓർഡറിംഗ് നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻ, ക്രെഡിറ്റ് പർച്ചേസ് ആണോ അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണോ എന്നുള്ളത്, മോഡ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ആണോ ചെക്ക് വഴിയാണോ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് പേഴ്സൺ. ആ സിഗ്നേച്ചറിൽ കൂടി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്ര വായിച്ചിരിക്കേ. നെക്സ്റ്റ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇൻവോയ്സ് ഓർ ബില്ല്. ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? സപ്ലയർ ആണ്. അണ്ടർലൈൻ ചെയ്യാം. And it shows how much the buyer requires to pay goods and services bought from the supplier. അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപ നൽകണം എന്നുള്ളത് ആ ബില്ലിൽ ഉണ്ടാവും. നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവോയ്സ് ബില്ല് ചെയ്യുന്നുണ്ട്, സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബയ്യർ എത്ര രൂപ കൊടുക്കണം അല്ലെ, അത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അയച്ചു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ പോയിന്റ് കൂടി ഉണ്ട്. Given by the suppliers to purchase department when the item is distributed. ഇനി ചെയ്യുന്നുണ്ട് ആ സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഐറ്റംസ് ഒക്കെ ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർഡ് നമ്മുടെ ഈ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ്. ഇപ്പോ അക്കൗണ്ട്സിലോട്ട് നമ്മള് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് നമ്മൾ രേഖപ്പെടുത്തും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. അതെ, വായിച്ചു നോക്കാം കേട്ടോ. അതിത്തിരി ചൂടുവെള്ളം കുടിക്കല്ലേ കേട്ടോ. നിങ്ങൾ വായിച്ചോക്കെ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞവര് നെക്സ്റ്റ് 8-year പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. നമ്മള് മുമ്പ് പറഞ്ഞ പ്രൊസീജിയർ തന്നെ ചെറുതാക്കി ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കി, ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാം. വായിച്ചു കഴിഞ്ഞാ പറയാൻ പറ്റുമോ? ഹസീന, ഹസീന ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ ഹസീന, മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്ക് പറയാൻ പറ്റും? ആയിട്ടില്ലേ? സോറി സോറി. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഈ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമ്മൾ 3ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ പർച്ചേസിംഗ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. അതിൽ പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മൾ അതിന്റെ എന്തൊക്കെ വേണ്ടതെന്നുള്ളതിന്റെ ആവശ്യകത, ഇനി നമ്മൾ അതിനെ പറ്റിയിട്ട് എൻക്വയറി ചെയ്യും. പിന്നെ റെസീവിംഗ് കൊട്ടേഷനുകൾ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. മറ്റുള്ള ഇതായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായത് സെലക്ട് ചെയ്യും. സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് ഓർഡർ ചെയ്യും. അതിലാണ് പർച്ചേസ് ഓർഡർ നമ്മൾ തയ്യാറാക്കും, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മൾ ഓർഡർ ആക്കിയ സാധനങ്ങൾ, നമ്മൾ കയ്യിലെത്തിയ മെറ്റീരിയൽസിനെ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യും. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ആരെങ്കിലും? കറക്റ്റ് ആണ് കേട്ടോ. നിഷ കെ. നിഷ
നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കരുത് കേട്ടോ. നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഇൻട്രഡക്ഷൻ സെക്ഷൻ കിട്ടുള്ളൂ. അതാണ് ഇടയ്ക്ക് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മാം പറഞ്ഞോ, കുബി പറഞ്ഞോ. 3 തരം പർച്ചേസിംഗ് പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് വൺ പ്രീ പർച്ചേസ്, പർച്ചേസിന് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മ പർച്ചേസ് അഭ്യർത്ഥന നടത്തും, പർച്ചേസിനെ കുറിച്ച് അന്വേഷിക്കും, പിന്നെ കൊട്ടേഷൻ റിസീവ് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് കമ്പാരിസൺ ലാഭനഷ്ടം താരതമ്യം ചെയ്യും. സെക്കൻഡ് വൺ നമ്മ ഓർഡർ ചെയ്യും, പർച്ചേസ് ഓർഡർ ചെയ്യും, അത് ഫോളോ അപ്പ് ചെയ്യും. തേർഡ് വൺ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, നമ്മ ഓർഡർ ചെയ്ത മെറ്റീരിയൽ റിസീവ് ചെയ്യും, അത് ഇൻസ്പെക്ട് ചെയ്യും, കൊണ്ടുവന്ന ഐറ്റംസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ദി ബില്ല് പേയ്മെന്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. കറക്റ്റല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്തായിരുന്നു? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് വിലയേറിയ എക്യുപ്മെന്റ്സ് അല്ലേ മാം? അതെ. എന്താണ്? കോസ്റ്റ്ലി ഐറ്റംസ്. ഞാൻ 1 മിനിറ്റ് മൈക്ക് ഓഫ് ആക്കട്ടെ, ഡിസ്റ്റർബൻസ് വന്നാൽ ഞങ്ങൾക്ക് കേൾക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ്? വലിയ വിലപിടിപ്പുള്ള ഐറ്റംസിനെയാണ് നമ്മൾ കോസ്റ്റ്ലി ഐറ്റംസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ അല്ലെ. എന്നാൽ നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, വളരെ വിലപിടിപ്പുള്ള ഒരു ഐറ്റം. ഇപ്പൊ നമുക്കൊരു സ്കാനിങ് മെഷീൻ എടുക്കാം. ഓക്കെ, അതൊക്കെ എന്താണ്? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. മേജർ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്യാപിറ്റൽ എക്യുപ്മെന്റിന്. അതുപോലെ തന്നെ വേറെ പോട്ടെ, കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് അല്ലെ കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലായാലും നമുക്കൊരു മേജർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഒരു നിക്ഷേപമാണ് നമുക്ക് പറയാൻ പറ്റില്ലേ. ഗോൾഡ്. ഓക്കെ, വെരി ഗുഡ് അല്ലെ. ആണോ? ശരിക്കും പറഞ്ഞാൽ എന്താണ്? കള്ളന്മാര് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഗോൾഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അപ്പം അതെ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ഒരു ലാൻഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ലാൻഡ്, ഗോൾഡ്, അതുപോലെ തന്നെ മെഷീൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പ്രധാന നിക്ഷേപം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പറയുന്നത്? നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണോ? എപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഈ വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ? ഇപ്പൊ ഈ ആഴ്ച ഒരു കാർ വാങ്ങിച്ചു, അടുത്ത ആഴ്ച നമ്മൾ കാർ വാങ്ങിക്കുമോ? ഇല്ല. അത് കൂടുതൽ അത് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിൽക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെപ്പോഴും വാങ്ങിക്കുന്നത് തടയാനായിട്ട് പറ്റും ഇല്ലേ. എപ്പോഴെപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസിൽ വരുന്നത്. ഇനി എന്താ തേർഡ് വൺ എന്ന് പറയുന്നത്? ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ സ്കാനിങ് മെഷീനെ തന്നെ എടുക്കാം. എന്താണ്? സ്കാൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ദിവസവും സ്കാനിങ്ങും കാര്യങ്ങളും എക്സ്റേ ആയാലും MRI ആയാലും CT സ്കാൻ ഒക്കെ ആയാലും എല്ലാ പേഷ്യൻസിനും എല്ലാ ദിവസവും ചിലപ്പോൾ ഉണ്ടാവും ഇല്ലേ. ഒരു ദിവസം പോലും സ്കാനിങ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അല്ലെ. ഒന്ന് ഓർത്ത് നോക്കാം നമുക്ക് അല്ലെ. വളരെ തിരക്കും അതുപോലെ തന്നെ ഇപ്പോ എന്താണ് രോഗങ്ങളും അസുഖങ്ങളൊക്കെ കൂടി വരുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അതെ എല്ലാ ഒരു ദിവസവും തന്നെ ചിലപ്പോ എല്ലാ നേരവും തന്നെ ചിലപ്പോൾ സ്കാനിങ് ഒക്കെ നടക്കാറുണ്ട് ഹോസ്പിറ്റലിൽ.
ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മേജർ ഓപ്പറേഷൻസിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓട്ടോക്ലേവ് ആയാലും അതുപോലെ തന്നെ സ്കാനിങ് മെഷീൻ എടുക്കാം. ഇതൊക്കെ ആവശ്യമുള്ള എക്യുപ്മെന്റ് ആണ്. അപ്പൊ വളരെ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. ഇനി എന്താണ്, ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ടേംസ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇസ് കോൾഡ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് ടേംസിൽ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്, ഫിക്സഡ് അസറ്റ് എന്ന്. കൊമേഴ്സ് കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും. ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫിക്സഡ് അസറ്റ്. ഒരു സ്ഥിരമായിട്ടുള്ള ആസ്തി എന്ന് പറയാൻ പറ്റും അല്ലെ നമുക്ക്, അല്ലെ. സ്ഥിരമായിട്ടുള്ള അസറ്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് ടേംസിൽ ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അക്കൗണ്ടിങ് ടേംസിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഇത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, +2 +1 ഒക്കെ പഠിക്കുന്നത് ഓർമ്മ വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്നുള്ളത് 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ നോൺ റിപ്പീറ്റേറ്റീവ് ആണ് അല്ലെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ടേംസിൽ ഫിക്സഡ് അസറ്റിനെ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഓക്കെ, അവിടെ നോക്കിയേ 5 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലാനിംഗ് ഫോർ ദ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്യുപ്മെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുക അല്ലെ, അത് വാങ്ങിക്കുക. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കുക അല്ലെ, മെയിൻ്റനൻസ് റിപ്പയർസ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ പരിപാലിക്കുക എന്നുള്ള എന്താണ് അർത്ഥവും കൂടി വരുന്നുണ്ട്. അതുപോലത്തെ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, അതിന്റെ ഉപയോഗം. ഇനി എന്താണ് ഡിസ്കാർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരസിക്കുക. നമ്മൾ അത് ഉപയോഗിക്കാതെ പറ്റാത്ത രീതിയിലോട്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ, നിർമാർജനം ചെയ്ത് നമ്മൾ കളയാറുണ്ട്. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയും, അല്ലെങ്കിൽ അത് സ്ക്രാപ്പിൽ കൊടുക്കുകയാണ് ചെയ്യാറ്, റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, പ്ലാനിംഗ് ദ എക്യുപ്മെന്റ്. To choose the alternative and select the best one. Important point is fact needed. അപ്പൊ എന്താണ് പ്ലാനിംഗ് ദ എക്യുപ്മെന്റിൽ പറയുന്നത്? To choose the alternative and select the best one. Important point is felt needed. നമുക്ക് പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലയറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പല മാർക്കറ്റുകളിലൂടെ നമ്മൾ കണ്ടെത്തി, കമ്പയർ ചെയ്ത് നോക്കി അല്ലെ, പല കൊട്ടേഷൻസ് നമ്മൾ നോക്കി, കമ്പയർ ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു ഏറ്റവും നമുക്ക് മികച്ച ബെസ്റ്റ് വണ്ണിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, 9 സ്റ്റെപ്പുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 9 മേജർ സ്റ്റെപ്പ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കാണുക അല്ലെ, മുൻകൂട്ടി കാണുന്നത്. ഓക്കെ, അപ്പൊ ആവശ്യങ്ങൾ, ഡിമാൻഡ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങളാണ്, അത് മുൻകൂട്ടി കാണുക. അപ്പോ നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് അല്ലെ, ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു സ്കാനിങ് മെഷീൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ മതി, മനസ്സിൽ വിചാരിക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കും അല്ലെ. അതിന് എത്ര രൂപ ചിലവ് വരും, അതിനുള്ള ഫണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്യുപ്മെന്റിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇത് വാങ്ങിക്കേണ്ടതുണ്ടോ. നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ, നമ്മളുടെ മക്കളൊക്കെ
കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വാശി പിടിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പൊ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ വീട്ടിലില്ലേ, നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇപ്പോ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതെന്താ ഫണ്ട് വരുന്നുണ്ട്, ഇത് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ. ഇനി ഇതില്ലാതെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കോ? ഓക്കെ, ഏറ്റവും ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുള്ളൂ അല്ലെ. അപ്പൊ അതിന് എന്താണ്, ഇതിന്റെ ആവശ്യമുണ്ടോ, ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് കിട്ടും, ഇതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നന്നായിട്ട് നടക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാണ്. അതാണ് പറയുന്നത് ആവശ്യങ്ങൾ മുൻകൂട്ടി കാണാം. ഇനി ഇത് ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് ഇല്ലാതെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങിക്കേണ്ടതായിട്ട് വരും അല്ലെ, വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മളത് വാങ്ങിക്കുക തന്നെ ചെയ്യുന്നു. ഓക്കെ, അതാണ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്, ആവശ്യങ്ങള് മുൻകൂട്ടി കാണുക. ഇനി നോക്കി അതിനുള്ള ഫണ്ട് നമുക്ക് എവിടെ കിട്ടും എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോൺ എടുക്കാൻ പറ്റും അല്ലെ, ലോൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഡിപ്രീസിയേഷൻ ഫണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോ, ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു സാധനങ്ങൾ വാങ്ങിക്കേണ്ട തുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നീക്കി വെക്കുന്നു. അപ്പൊ അതിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്നു. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല്. ഇങ്ങനെ ഒരു അസറ്റിന് മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വാങ്ങിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു സാധനം വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വേണ്ടി വരുന്നുണ്ട് അല്ലെ. നിലവിലുള്ള അസറ്റിന് അല്ലെങ്കിൽ നിലവിലുള്ള മെഷീൻസിന് എന്തെങ്കിലും മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞാല് പുതിയൊരെണ്ണം വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കാനായിട്ടുള്ള തുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ആ ബഡ്ജറ്റിൽ നമ്മൾ നീക്കി വെക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. പുതിയൊരു സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള തുക നമ്മള് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റിൽ നീക്കി വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ആ ഫണ്ട് എടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നു. ഇപ്പൊ ലോൺ എടുക്കാം, ഡിപ്രീസിയേഷൻ ഫണ്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നീക്കി വെക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഹോസ്പിറ്റലിലെ ലാഭത്തിൽ നിന്നല്ലേ, ഹോസ്പിറ്റലിലെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം എടുത്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഈ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി സ്പെസിഫിക് പർപ്പസസ് ഫണ്ട്, അതെന്തായിരിക്കാം സ്പെസിഫിക് പർപ്പസസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, നിങ്ങളിപ്പോ ഒരു എന്താ പറയാ, ഈ സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കുറെ ഫണ്ടുകൾ ഉണ്ടാവും. അപ്പൊ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാനായിട്ട് സ്കോളർഷിപ്പിന് മാത്രം വേണ്ടിയിട്ട് ഒരു ഭാഗം ഇത്ര തുക നീക്കി വെക്കാറുണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്, അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നതാണ് അല്ലെ, ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? വേറെ ഇവിടെ നിന്നും എടുക്കാതെ, അതെ വേറെ എവിടെ നിന്നും എടുക്കാതെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം അവർ നീക്കി വെക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കോളർഷിപ്പിനൊക്കെ ഇങ്ങനെ തുക മാറ്റി വെക്കാറുണ്ട്. അപ്പൊ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അതിൽ നിന്ന് എടുത്തിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കമ്പനിയിൽ മാറ്റി വെച്ച തുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാറ്റി വെച്ച തുക ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ എത്ര രീതിയിലാണ് ലോൺ നമുക്ക് എടുക്കാം, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. ഇനി എന്താ ഡിസിഷൻ മേക്കേഴ്സ്, ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പറയുന്നത്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ HOD. HOD എന്താ, ആരാണ്? HODയുടെ ഫുൾ ഫോം എന്താ? HOD ആരായിരിക്കും? HOD ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇനി മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ട്. ഇതൊക്കെയാണ് ഇത് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോ ഇവര് എന്താണ്, ഇവരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഇവര് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ.
അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് പറയുന്നത്. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, HOD ഉണ്ട്, മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ട്. ഇവരുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് നമുക്കൊരു ഹോസ്പിറ്റലില് പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെ തീരുമാനം അനുസരിച്ച് ഇവർ ഓക്കെ പറഞ്ഞാൽ മാത്രം. ഇനി എന്താണ് നെക്സ്റ്റ് ആണ് സപ്ലയേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു, ഇവർ ഓക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐറ്റം വാങ്ങിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ. ഏതൊക്കെ സപ്ലയർ, നമ്മുടെ ക്വാണ്ടിറ്റിക്ക്, ക്വാളിറ്റിക്ക്, പ്രൈസിന് ഒക്കെ അനുസരിച്ചിട്ടുള്ള സപ്ലയറെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സപ്ലയറെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ നെക്സ്റ്റ് എന്താണ്, ഇൻഫർമേഷൻ ജനറേഷൻ. Information from experts and persons who deal with it. അതായത് നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് ഒരു പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോ നമ്മൾ ഓടിച്ചെന്ന് വാങ്ങിക്കാറുണ്ടോ? ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ കസിന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്രിഡ്ജോ ടിവിയോ എന്തെങ്കിലും പുതിയതായിട്ട് വാങ്ങിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അയൽപക്കത്ത് പോയി ചോദിക്കും അല്ലെ, എത്ര രൂപയായി, എങ്ങനെയുണ്ട് ഐറ്റം, എങ്ങനെയാണ് അല്ലെ, അന്വേഷിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കസിന്റെ വീട്ടിലാണെങ്കിൽ കസിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ എത്ര രൂപയാണ്, ഡിസ്കൗണ്ട് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. എങ്ങനെയുണ്ട് എന്റെ വർക്കിംഗ്, നല്ലതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പോ നമ്മളൊരു സാധനം ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുമ്പോ അതിന്റെ എക്സ്പേർട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ എന്താ അറിയാവുന്ന പേഴ്സന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം നമുക്ക്. ഇപ്പൊ എക്സ്പേർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്പൊ കസിൻസോ അല്ലെങ്കിൽ അയൽവക്കത്തെ അവര് പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മളപ്പോ അതിനൊരു തീരുമാനം അല്ലെങ്കിൽ അനുമാനത്തിലെത്തുന്നത്. നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്ന് പറയുമെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ല അല്ലെ, ആണോ? അങ്ങനെയാണോ ചെയ്യാറ്? ഓക്കെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പേർട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സൺസിന്റെ മറ്റു പല അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആ പേഴ്സൺസിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഈസ് ദ ഇൻസ്ട്രുമെന്റ്സ് ഹെൽപ്ഫുൾ ടു യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കൂ അല്ലെ, ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ തീരുമാനമെടുക്കും. നോക്കും. ഇനി എന്താ, കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് കൊട്ടേഷൻസ് അല്ലെ. നമ്മൾ നോക്കും, കൊട്ടേഷൻസ് പല പല കൊട്ടേഷൻസ് ഉണ്ട്, അതിനകത്ത് നിന്ന് നമ്മൾക്ക് യോജിച്ച കൊട്ടേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇനി എന്താ, ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലെ. എത്ര രൂപയാകും, എത്രയാണ് ഇത് വാങ്ങിക്കാനുള്ള, എന്താണ് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മള് ബഡ്ജറ്റ് നോക്കി തയ്യാറാക്കിയിട്ട് നമ്മൾ പോസ്റ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി എന്താ, പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ. AC for some equipment, space of room, protective measures like rough walls for X-ray rooms. അപ്പോ ചില എക്യുപ്മെന്റിനൊക്കെ AC ആവശ്യമായിട്ട് വരാറുണ്ട് ഇല്ലേ. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ എക്സ്റേ റൂംസിനൊക്കെ ആണെങ്കിൽ സ്പേസുകൾ വേണോ അല്ലെ. ഇപ്പോ സ്കാനിങ് മെഷീൻസിനൊക്കെ സ്പേസുകൾ അത് അവൈലബിൾ ആണോ. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതലങ്ങൾ ആവശ്യമായിട്ട് വരാം. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സ്കാനിങ് മെഷീനൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള നല്ല എന്താണ് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഫ്ലോറിങ് അവിടെ ചെയ്യണം. റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെയുള്ള ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് പറയുന്നത് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അതുപോലെ തന്നെ സ്പേസ്, അതുപോലെ തന്നെ AC, ഈ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, സ്ഥാപിക്കാനായിട്ട്. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് 9 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ്. ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്, സോഴ്സസ് ഓഫ് ഫണ്ട്, ഡിസിഷൻ മേക്കേഴ്സ്, സപ്ലയേഴ്സ്, ഇൻഫർമേഷൻ ജനറേഷൻ. അതുപോലെ തന്നെ ഒന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണോ, ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത്.
അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നു, ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അയച്ചു നോക്കിയേ. കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് അല്ലെ. നമ്മള് എന്തെങ്കിലും മെയിൻ്റനൻസ് റിപ്പയർസ് അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ നടത്തുന്നത്, അതാണ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. സയന്റിഫിക് അപ്രോച്ച് ടു റീസ്ട്രെയിൻ ദ breakdown of an equipment is called maintenance. അണ്ടർലൈൻ ചെയ്തേ, എന്താണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉപകരണത്തിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ തകർച്ച തടയുന്നതിന് വേണ്ടിയതായിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ചാണ് എന്ത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ഇൻടു 3. പ്രിവെന്റീവ് ഡൺ, അവിടെ ഡൺ എന്നാണ് കേട്ടോ, DONE. PDF ഓക്കെ ആണോ നിങ്ങളുടെ? കറക്റ്റ് ആയിട്ടൊന്ന് കൊടുത്തേക്കണേ. DONE അല്ല, കറക്റ്റ് ആക്കാം കേട്ടോ. Periodically, that is one in a year or 2. Okay, clear ആയോ? ഡണ്ണിന്റെ അവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിക്കോ. Done periodically, that is once in a year or 2. അപ്പൊ എന്താണ്, ഒരു വർഷത്തിനുള്ളില് അല്ലെങ്കിൽ 2 ഇയേഴ്സിന് 2 വർഷത്തിനുള്ളില് ക്യാപിറ്റൽ എക്യുപ്മെന്റ് മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം അല്ലെ. എന്തെങ്കിലും എന്താണ് മെയിൻ്റനൻസ് വർക്കോ റിപ്പയേഴ്സ് വർക്കോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിന് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിങ്ങനെ റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവാം. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതിന്റെ രീതികളാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് 3 പറയുന്നത്. അതിന്റെ പ്രവർത്തനം നിന്ന് പോവാതിരിക്കാൻ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 ഇയേഴ്സിനുള്ളിലോ അതെന്ത് ചെയ്യാം, മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം.
ഇനി ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കണ്ടെത്തുക അല്ലെ. ഡൺ ഫോർ ഫൈൻഡിങ് ദ പർട്ടിക്കുലർ പ്രോബ്ലം. മിഷന് എന്ത് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്ത് പ്രോബ്ലം ആണോ ഉള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആ പ്രോബ്ലം നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മള് റിപ്പയർസ് ചെയ്യാനായിട്ട്. ഇനി എന്താ, ബ്രേക്ക് ഡൗൺ. ഓക്കെ, ദ മിഷൻ വിൽ ബി ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുക, നിന്ന് പോവാ അല്ലെ. activity not completed here, idea time and post high. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ, ഓടിപ്പോയിട്ട് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുമോ, ഇല്ല. ഇതെന്താണ്, വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും മൂലയ്ക്ക് പരിശോധിക്കണം അല്ലെ. എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇനി അത് എത്ര നാള് നിലനിൽക്കും, എന്താണ് കറക്റ്റ് പ്രോബ്ലം എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ടൈം പോകും. അതിന്റെ ടൈം, അതുപോലെ തന്നെ കോസ്റ്റ് എന്താകും, കോസ്റ്റും ടൈമും വളരെ കൂടുതലായിട്ട് വേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, അതിന് ടൈം എടുക്കും. അതുപോലെ തന്നെ അതിന് കോസ്റ്റും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്, ഹൈ കോസ്റ്റും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 3 കാര്യങ്ങള്, പ്രിവെന്റീവ്, അതുപോലെ തന്നെ ഡിക്റ്റേറ്റീവ്, ബ്രേക്ക് ഡൗൺ. നമ്മളുടെ ഇപ്പൊ വീട്ടിലുള്ള കാറ് തന്നെ നന്നാക്കാനായിട്ട് പോകുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് അപ്പൊ തന്നെ വരാൻ പറ്റും, ഇല്ല. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അത് ചിലപ്പോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എല്ലാ മുക്കുമൂലയും പരിശോധിച്ച് എന്തൊക്കെ കുറവുകള് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എല്ലാം തീർത്തിട്ട് വേണം വരാനായിട്ട്. അപ്പൊ ടൈം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കോസ്റ്റും ആണ്. അതെ, വായിച്ചു നോക്കി. മെയിൻ്റനൻസ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 3 രീതികളും നമ്മൾ നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം, കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ഇത്രയും വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം നമുക്ക്. അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സയന്റിഫിക് മെയിൻ്റനൻസ് ഇൻ ദ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു, ആ 4 പോയിന്റ് ഇല്ലേ, അതൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം, നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, 4 പോയിന്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് പറയാൻ പറ്റും, അത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ അത് ഇങ്ങനെ പഠിക്കുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പോയിന്റുകൾ ഉണ്ടല്ലോ കുറച്ച്, പഠിക്കുമ്പോ കുഴപ്പം തോന്നുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ? ചിലർക്ക് ബോറടിക്കാം, ചിലർക്ക് ചിലപ്പോ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണ് അല്ലെ, ഡൗട്ട് ഒന്നും ഇത്രയും വരെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇനി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഡാൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താം, പ്രാക്ടീസ് ഒക്കെ തുടങ്ങാം, പാട്ടൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ, താങ്ക് യു.